അസ്സലാമു അലൈക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ മലേഷ്യയിൽ കഴിഞ്ഞ ദിവസം ഞാൻ നിൽക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ആലപ്പുഴയിൽ നിന്നൊരു ആൾ വന്ന്, ആലപ്പുഴയിൽ നിന്നൊരു ചെക്കൻ വന്ന്. അപ്പോൾ അവന് കണ്ടപ്പോൾ എനിക്ക് മലയാളിയാൻ തോന്നിയുകൊണ്ട് അവൻ സംസാരിച്ച് അവനോട് ചോദിച്ചു എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഞാനിവിടെ വിസക്ക് വന്നതാണ്, പണിയെടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു ഇപ്പം വിസ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ വിസ കിട്ടി എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് പിന്നെ തൽക്കാലം വിസിറ്റിംഗ് വിസക്ക് വരാനാണ് പറഞ്ഞത്. അങ്ങനെ വിസിറ്റിംഗ് വിസക്ക് വന്നതാണ്. എന്നിട്ട് ഇവിടുന്ന് ഇവർ 3 ദിവസം കൊണ്ട് പെർമനൻറ്റ് വിസ ആക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു സംവിധാനം മലേഷ്യയിലില്ല. മലേഷ്യയിൽ വിസ കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ 3 വർഷമായി വിസ കൊടുത്തിട്ട്, അതിനുശേഷം ഇപ്പം വിസ കൊടുക്കുന്നതല്ല. ഇപ്പോൾ വളരെ സങ്കടമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 1,80,000 രൂപ കൊടുത്തിട്ടാണ് അവൻ വന്നത്. അപ്പോൾ അവൻ വന്ന ഉടൻ തന്നെ അവനോട് പറഞ്ഞു നീ ചതിക്കപ്പെട്ടതാണ്, പിന്നെ ഇതിങ്ങനത്തെ ഒരു വിസ അല്ല, ഇവിടെ അങ്ങനത്തെ ഒരു പെർമനൻ്റ് ആക്കി കൊടുക്കുന്ന ഒരു സംവിധാനമില്ല എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇന്ത്യയിലെ ഏജൻറ്റിനെ ഇന്ത്യയിലെ ഏജൻറ്റ് വിളിച്ചപ്പോൾ അത് റെഡിയാവും നാളെ മറ്റന്നാൾ അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ വയ്ക്കും. ഇവിടെ ഒരു ഏജൻറ്റിനെ അവന് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, പല പ്രാവശ്യം വിളിക്കുന്നുണ്ട്, അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ സിംഗപ്പൂരാണുള്ളത്, അല്ല ഞാൻ ഇവിടെ ആണുള്ളത് എന്ന് ഇങ്ങനെ ഒഴിവ് ദിവസം അങ്ങനെ പറഞ്ഞ് അവനെ ഒഴിവാക്കി പോവുകയാണ്. പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മലേഷ്യയിൽ ഫ്രീ വിസക്ക് വന്നാൽ ഇവിടെ ജോലി എടുക്കാൻ പറ്റില്ല. ജോലി എടുത്താൽ ഇവിടുന്ന് ഇമിഗ്രേഷൻ പിടിച്ചാൽ ഒരു ഉള്ളിട്ട് കയറ്റി വിടും, പിന്നെ മലേഷ്യയിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകം ഇന്ത്യയിൽ നിന്ന് വരുന്നവർ ഇവിടെ അങ്ങനെ വിസ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവർ പിന്നെ ഒരു പൈസയും കൊടുക്കരുത്. ടിക്കറ്റിൻ്റെ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ടിക്കറ്റിൻ്റെ ഒരു പൈസ മാത്രമേ വരുന്നുള്ളൂ. തൽക്കാലം ടിക്കറ്റിൻ്റെ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തരാം എന്ന് പറഞ്ഞാൽ മതി. വിസ പെർമനൻറ്റ് വിസ ആക്കി തരികയാണെങ്കിൽ അപ്പം പൈസ തരാം എന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി. അല്ലാണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് പൈസ കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുന്നുള്ള 100% ഉറപ്പാണ്. തൽക്കാലം ആ പയ്യന് പിന്നെ നാട്ടിൽ പോകാനുള്ള സംവിധാനം നോക്കുകയാണ്. അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഓന് പനാസോണിക് കമ്പനിയിലേക്ക് വിസ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടുന്ന് പനാസോണിക് കമ്പനിയിലേക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പനാസോണിക് കമ്പനി പണിയെടുക്കുന്നത്, അവനെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവിടെ ഓല് പറഞ്ഞു അങ്ങനത്തെ ഒരു വിസ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിയുന്ന കാര്യം ഞാൻ നിങ്ങളെ ഉണർത്തിയെന്നുള്ളൂ. ആരും ഒരു ചതിയിൽപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക.